നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനൊരു മുദ്രയാണ് അവതരിപ്പിക്കുന്നത്. കുണ്ടലിനി മുദ്ര. കുണ്ടലിനി ശക്തിയെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്ന ഒരു മുദ്രയാണ്. നിരവധി ഗുണങ്ങളുള്ള മുദ്രയാണ്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഈ മുദ്ര രണ്ട് കൈയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. ആദ്യമായിട്ട് ഇടത്ത് കൈ വിരലുകൾ, മൂന്ന് വിരൽ, നടുവിരൽ, മോതിര വിരൽ, ചെറുവിരൽ എന്നീ വിരലുകൾ ഇപ്രകാരം മടക്കി കൈവെള്ളയിൽ വെക്കുക. ഇടതു കൈയുടെ തള്ളവിരൽ ഇപ്രകാരം നടുവിരലിന് മുകളിലായിട്ട് ഇപ്രകാരം വെക്കുക. ചൂണ്ടുവിരൽ നിവർത്തി വയ്ക്കുക. അതിനുശേഷം വലത് കൈയുടെ 4 വിരലുകൾ കൊണ്ട് ഇപ്രകാരം ഇടതു കൈയുടെ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗം മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇപ്രകാരം ചുറ്റിപ്പിടിക്കുക. 4 വിരലുകൾ കൊണ്ട്, വലത് കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരലുകൾ കൊണ്ട് ഇടതു കൈയുടെ ചൂണ്ടുവിരൽ ഇപ്രകാരം ചുറ്റിപ്പിടിക്കുക. അതിനുശേഷം വലത് കൈയുടെ തള്ളവിരലിന്റെ അഗ്രഭാഗം ഇപ്രകാരം ഇടതു കൈയുടെ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗത്ത് വയ്ക്കുക. ഇപ്രകാരം വെച്ചതിന് ശേഷം ഈ രീതിയിൽ കൈകൾ വെച്ചുകൊണ്ട് കടക്കാവുന്നതാണ്, മുദ്രയിലേക്ക് കടക്കാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഇപ്രകാരം പിടിച്ചുകൊണ്ട് മുദ്രയിലേക്ക് പോകാം. സ്വസ്ഥമായിട്ട് നട്ടെല്ല് നിവർത്തി ഏതെങ്കിലും യോഗാസനത്തിൽ ഇരിക്കുക, അതല്ലെങ്കിൽ നിലത്തോ കസേരയിലോ നടു നിവർത്തി ഇരിക്കുക. ഇരുന്നുകൊണ്ട് ഈ മുദ്ര പിടിക്കുക. മുദ്ര പിടിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിരിക്കുക. മനസ്സിനെ ഏകാഗ്രമാക്കിയതിനു ശേഷം മന്ത്രജപത്തിലേക്കോ ശ്വാസോച്ഛ്വാസത്തിലേക്കോ ശ്വസനക്രിയയിലേക്കോ ഒക്കെ പോകാവുന്നതാണ്. അപ്പൊ ഇപ്രകാരം 15 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ഈ മുദ്രയെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ സമയം ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണം ശരീരത്തിന് നൽകുന്നതാണ്. നമുക്കിനി ഈ മുദ്ര എങ്ങനെയാണെന്ന് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ഇടതു കൈയുടെ 3 വിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഈ 3 വിരലുകൾ ഇടതു കൈയുടെ കൈവെള്ളയിലേക്ക് മടക്കി വയ്ക്കുക. ഇടതു കൈയുടെ തള്ളവിരൽ ഇടതു കൈയുടെ തന്നെ നടുവിരലിന് മുകളിലായിട്ട് ഇപ്രകാരം വയ്ക്കുക. അതിനുശേഷം ചൂണ്ടുവിരൽ നിവർത്തി വയ്ക്കുക. ആ നിവർത്തി വെച്ചിരിക്കുന്ന ചൂണ്ടുവിരലിന്റെ പുറം ഭാഗത്ത് ഇപ്രകാരം വലത് കൈയുടെ തള്ളവിരൽ ഒഴികെയുള്ള 4 വിരൽ കൊണ്ട് ചുറ്റി പിടിക്കുക. ചുറ്റിപ്പിടിച്ചതിന് ശേഷം ഇടതു കൈയുടെ ചൂണ്ടുവിരൽ അഗ്രഭാഗം ഇപ്രകാരം മുകളിലേക്ക് തള്ളി നിൽക്കുക. അതിനുശേഷം വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് ഇടതു കൈയുടെ ചൂണ്ടുവിരലിന് മുകളിൽ ഇപ്രകാരം മെല്ലെ അമർത്തി വയ്ക്കുക. അതിനുശേഷം നെഞ്ചോട് ചേർത്ത് വയ്ക്കുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ശ്വസനക്രിയയിലേക്കോ ധ്യാനത്തിലേക്കോ മന്ത്രജപത്തിലേക്കോ ഒക്കെ പോകാം. നട്ടെല്ല് നിവർത്തിയിരിക്കുകയും ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുകയും മനസ്സിനെ ഏകാഗ്രമാക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ മുദ്രയുടെ പൂർണ്ണ ഫലത്തെ ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കും എന്ന് നോക്കാം. കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ മുദ്രയാണിത്. സ്ത്രീ പുരുഷ അനുപാതം ഇരു കൂട്ടരുടെയും ശക്തി വർദ്ധിക്കുന്നതിന് ഈ മുദ്ര സഹായിക്കുന്നതാണ്. കൂടാതെ സ്ത്രീ പുരുഷ പ്രത്യുൽപാദന ശക്തി വർധനവ് ഈ മുദ്രയുടെ ഒരു പ്രയോജനമാണ്. ശരീരത്തിന്റെ വിവിധ കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കൾ എല്ലാം പുറത്തു കളയാനായിട്ട് ഈ മുദ്ര സഹായിക്കും. അപ്രകാരം ടോക്സിൻസ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ കോശങ്ങളെ പുനർനവീകരിക്കാൻ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. കൂടാതെ സ്ത്രീകൾക്ക് ആർത്തവ കാലത്തുണ്ടാകുന്ന ഫംഗസ്, അണുക്കൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കി ആ സമയത്ത് ഊർജ്ജസ്വലത കൈവരിക്കുന്നതിനും ശരീര ശുദ്ധീകരണത്തിനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ മുദ്ര. വളരെയേറെ ഗുണങ്ങളുള്ള ഈ മുദ്രയെ നിത്യം ചെയ്യുക. പ്രയോജനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും, ഉറപ്പാണ്. എല്ലാവർക്കും ഈ മുദ്രയുടെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.